ശുശ്രൂഷ ചെയ്യും. അത് നമ്മളെന്തിനാ അസൂയപ്പെടുന്നേ? അവർക്ക് ആ വരം കാണും, അവരത് ചെയ്യട്ടെ. ഒന്ന് നീ വിടുന്നു പറയാ, സേവയാണെന്നാ തോന്നുന്നത്. പുള്ളിക്ക് കടമറ്റത്തെ കത്തനാരെ അതാ ഉണ്ടോ? എന്റെ കത്തനാരാന്നെ അവര് തീർത്തോളും. നീ പ്രാർത്ഥിച്ച ആർക്കെങ്കിലും സംഖ്യ ഉണ്ടായിട്ടുണ്ടോ? നീ പ്രാർത്ഥിക്കുമ്പോൾ നീളം കൂടിയതല്ലാതെ ആ കുന്തം ചെവി വെച്ചാൽ അവിടെ കേൾക്കാം, ഇവിടെ കേൾക്കുകയല്ല. പിന്നെന്തോ ശബ്ദമില്ലാതെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ കുഴപ്പമില്ല, ആദ്യം അങ്ങ് ചെയ്യണം. ഇപ്പൊ പിന്നെ അങ്ങനെ ഒളിഞ്ഞാൻ വെച്ചാണ്. എൻ്റെ ഇതല്ലേ സ്വിച്ച്, അവിടെ അല്ലേ? നിങ്ങൾ ബാക്കി എല്ലാം മൈക്കിന് ഓൾ ചെയ്യുമ്പോൾ ഇതിന് തരികയല്ല. ഈ മൈക്ക് എന്തിനാന്ന് ചോദിച്ചാൽ ഒത്തിരി ശബ്ദം എടുക്കാതിരിക്കാന്. അലറ് തന്നെ പിന്നെ മൈക്ക് വേണ്ടല്ലോ. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചാട്ടെ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. അതിന് നല്ല ശബ്ദമുണ്ട്, ഇതിനാ ശബ്ദം തരാത്ത. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം പറയണമേ. നാം ചിന്തിച്ചു വന്ന വിഷയം, ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. ആരാണ് ദൈവത്തിന് പ്രിയമുള്ളവര്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ചിന്തിച്ചു. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് അല്ലെങ്കിൽ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വേർപാടോടെ വിശുദ്ധിയോടെ ദൈവത്തെ ഭജിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ദൈവത്തിന് പ്രിയമുള്ളവർ. പൗലോസ് ഓർപ്പിച്ചൊരു പദമുണ്ട്, പ്രിയ മക്കൾ എന്ന പോലെ. അപ്പോൾ അങ്ങനെ ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. അവരേത് കഷ്ടത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ടാലും സമയമാകുമ്പോൾ ദൈവം അവരെ അതിൽ നിന്ന് വിടുവിക്കും. കഴിഞ്ഞ നാളുകളിലൊക്കെ അനേക വിടുതൽ പ്രാപിച്ചവരാ ഈ പകൽ ഇവിടെ ഇരിക്കുന്നവരും ദൂരത്തിൽ നിന്ന് എന്നെ കേൾക്കുന്നവരും. ദൈവിക വിടുതലും ദൈവിക സംരക്ഷണവും നമ്മൾ അനുഭവിച്ചവരും അറിഞ്ഞവരും. മേലും വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തൻ. നമ്മൾ ആ കഴിഞ്ഞ ദിവസങ്ങൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചത്, യോസേഫിനെ ദൈവം വിടുവിച്ചു. യോസേഫ് ദൈവത്തിന് വളരെ പ്രിയമുള്ളവനായിരുന്നു. കാരാഗൃഹത്തിൽ തന്നെ അടച്ചു, പക്ഷേ ദൈവം തന്നെ അവിടുന്ന് വിടുവിച്ചു. ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. രണ്ട്, നാം ചിന്തിച്ചത് ദാനിയേലിനെ ദൈവം വിടുവിച്ചു. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്ന ആ ദാനിയേലിനെ ജന്തുക്കൾ കിടക്കുന്ന അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗുഹയിലിട്ടു, കല്ലുമൊക്കെ വെച്ച് അടച്ചു. പക്ഷേ സിംഹങ്ങൾ തനിക്ക് ഒരു കേടും വരുത്താൻ ദൈവം അനുവദിച്ചില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ഒരു കേടും ദൈവം വരുത്തിയില്ല. സ്തോത്രം. ദൈവം ദാനിയേലിനെ വിടുവിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. നിങ്ങള് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യം ഒന്ന് വായിച്ച്.
അപ്പോസ്തലന്മാരെ ഇവിടെ പൊതു തടവിൽ ആക്കി നിനക്ക് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കുമെന്ന. ഇവിടെ അപ്പോസ്തലന്മാരെ പൊതു തടവിൽ ആക്കി. ഇതിന്റെ പശ്ചാത്തല ഭാഗമൊന്നും ഇപ്പോൾ വിവരിക്കുന്നില്ല. ഒറ്റവാക്കി പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ ഇപ്പോൾ തടവിലിട്ടിരിക്കുക. അപ്പോസ്തലന്മാർ ദൈവത്തിന് പ്രിയമുള്ളവരാ. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാ യേശു 12 പേരെ തിരഞ്ഞെടുത്തു. എന്നാൽ യൂദയുടെ ആ ചതികളുണ്ട്. യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ഒടുവിൽ തൂങ്ങി ചത്തു. അത് ഒത്തില്ല. സ്തോത്രം. ഈ ചതിക്കുന്നവര് ചാകാൻ നോക്കിയാൽ പോലും ചാകയാലും നല്ല ഒക്കുകയല്ല. ചതിക്കുന്ന സമയത്തൊക്കെ ചിലപ്പം ചില വെള്ളിക്കാശ് കൈ കണ്ടെന്ന് വരാം. ഇല്ലേ? മിണ്ടുന്നില്ല. ചതിക്കുന്ന സമയത്തെ യേശുവിനെ ചതിച്ചേച്ച് ചിലപ്പം ഒരു വീട് വെച്ചെന്ന് വരാം, ചില വസ്തു വാങ്ങിയെന്ന് വരാം, പുതിയ വണ്ടി വാങ്ങിയെന്ന് വരാം, പുതിയ മൊബൈൽ വാങ്ങിയെന്നും വരാം, വില കൂടിയ വസ്ത്രം വാങ്ങിയെന്നും വരാം. പക്ഷെ ശരിയാകുകയില്ല. ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത്, എന്നെ കേൾക്കുന്ന മുഴു ലോകത്തോടും വിശേഷിച്ച് എന്നോടും കൂടാ. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. ശുഭമാകുകയില്ല. 3.5 വർഷം കൂടെ കൊണ്ടു നടന്നതാ. ഈ കർത്താവിനെ അറിയായിരുന്നല്ലോ ഇവൻ ഒറ്റ കൊടുക്കാനുള്ളവനാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചിലർക്ക് പാല് കൊടുക്കുന്നത്. ഇല്ലേ? മിണ്ടുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പമ്മിയിരിക്കുന്നു. അറിഞ്ഞോണ്ടാണ് നമ്മള് പാലും പഴവുമല്ല നമുക്ക് കഴിച്ച് കുടിച്ച് മിടുക്കനാകുമ്പോൾ സൂക്ഷം നമുക്കിട്ട് കൊത്തും. നമ്മുടെ വഴിക്കാത്ത കിടന്നുകൊണ്ട് നമുക്കിട്ട് കൊത്തും. ഇല്ലേ? ബൂസ്റ്റിട്ട് കാപ്പി കൊടുക്കുന്നു, പൂവമ്പഴം കൊടുക്കുന്നു, ചിക്കൻ എല്ലില്ലാതെ. മിണ്ടുന്നില്ലല്ലോ നിങ്ങള്. ഞാനിത് നിങ്ങളെ രസിപ്പിക്കാൻ പറഞ്ഞില്ല. ഞാന് മിക്ക കാര്യവും എന്റെ അനുഭവത്തിനായി പറയാന്. ചിലര് എന്നോട് ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ ചോദിക്കും, ഭാഷയ്ക്ക് ഇതൊക്കെ അറിയാതെ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടായി ചെയ്യുന്നേ. സ്തോത്രം. ഈ ചൂണ്ടയിടുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ച നന്നായിട്ട് ചൂണ്ടയിടുന്നത് തീറ്റയിട്ട് അങ്ങോട്ട് ഇടുമ്പോൾ മീൻ കയറി കൊത്തിയാറിനെ വലിക്കുകയല്ല. അയച്ചു കൊടുക്കും. ഒടുവിൽ അവര് ഇതുപോലെ മേളിൽ ഇരുന്നൊരു വലി വലിക്കും. സ്തോത്രം. അതിന് ഇടയാകരുത് ആർക്കും. സ്തോത്രം. നമുക്ക് അറിയാം ചിലര് ഇന്നയാളാണ്, ഇവൻ ഒറ്റിക്കൊടുക്കും, ചാദിക്കും, ഇവൻ കൂടെ നിന്നിട്ട് കുതികാലിന് ചവിട്ടും, ഇവൻ നമുക്ക് ഭാരയാ, ഇവൻ വലിയ വേഷമാ, ഇവൻ കാളകൂടവാ. ഇതൊക്കെ നമുക്കറിയാം. മിണ്ടുന്നില്ല. നിങ്ങളുടെ കാര്യം അല്ലല്ലോ ഈ പറയാനെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട പല കാര്യവും ഞാൻ പറയുന്നു. പക്ഷെ നമ്മളെ ഒന്നിനും പോകണ്ട. അവസരം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ സ്തോത്രം ചെയ്തോണം. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, നമ്മൾ അധികം മറുപടി പറയാനും വിശദീകരണത്തിനും എതിർക്കാനും ഒന്നും പോകണ്ട. നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോണം. സ്തോത്രം 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 ചെയ്താൽ മതി. അപ്പൊ എന്റെ പരിവർത്തനം ചെയ്തോളൂ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നായി പറയാന്.
കർത്താവിന് അറിയായിരുന്നു ഈ യൂദ ഒറ്റിക്കൊടുക്കുമെന്നും അവൻ പണം വാങ്ങുമെന്നും ഇതെല്ലാം ദൈവത്തിന് അറിയാം. പക്ഷെ കർത്താവിന്റെ തിരുപ്പറവി കൊണ്ടും ഈ ലോകത്തിലെ ജീവിതം കൊണ്ടും ഒരു ഉദ്ദേശം സാധിച്ചെടുക്കണം. അത് അവിടുന്ന് ഒന്നും മിണ്ടാതെ. വേണമെങ്കിൽ യേശുവിനെ സർവ്വജ്ഞാനിയല്ലയോ, നേരത്തെ ശിഷ്യന്മാരുടെ പറയാൻ മതിയല്ല, അവനെ നിങ്ങളെ ഒന്ന് സൂക്ഷിച്ചോണം, അവൻ ഒറ്റ നിൽക്കുക, നിങ്ങളെ കൈകാര്യം പീറ്ററൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാ ഇല്ലേ? അറ്റ കഴിക്ക ഒറ്റ ഇട്ട് അതിന്റെ കാലം കൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാ, ഇടിമക്കളും ഒക്കെ ഉള്ളതാ. വേണമെങ്കിൽ യേശുവിന് ഒരു ചെറിയ ഹിന്റ് കൊടുത്താൽ മതി, ഞാൻ ആ സമയത്ത് കാണത്തില്ല, നിങ്ങൾ അവനെ പരുവത്തിന് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് പാലക്കാടിന് പോകും, അപ്പൊ ആ 2 ദിവസം കൊണ്ട് നിങ്ങൾ അവനെ വേണം യേശുവിന് പറയാം. നമ്മുടെ മാർഗം അതല്ല. നമ്മുടെ ആയുധം പ്രാർത്ഥനയാ, നമ്മുടെ മാർഗം പ്രാർത്ഥനയാ. മുട്ടുമേലിരുന്നോണം, ജാഗരിച്ചോണം, സ്തോത്രം ചെയ്തോണം, ദൈവത്തെ മഹിതപ്പെടുത്തിക്കോണം. നീ ദൈവത്തെ മഹിതപ്പെടുത്തുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യഹോശുവാത്തും കൂട്ടരും എല്ലാം കൂടെ പാടി ദൈവത്തെ മഹിതപ്പെടുത്തുക. അപ്പം ദൈവം അതെല്ലാം ചെയ്തു. നമ്മൾ അത്രയും ചെയ്താൽ മതി. നമ്മൾ പാടി ദൈവത്തെ മഹിതപ്പെടുത്തുക. അപ്പം ദൈവം ചെയ്യേണ്ടതെല്ലാം നന്നായിട്ട് ചെയ്യും. അത് നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് പെട്ടെന്ന് നിർത്താം. അപ്പൊ അപ്പോസ്തലന്മാർ ദൈവത്തിന് പ്രിയമുള്ളവരാ. ഈ ദൈവത്തിന് പ്രിയരായ ശ്രേഷ്ഠരായ ഇവരെ ഇപ്പോൾ പൊതു തടവിലാക്കി. അങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചു. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അപ്പോൾ ഇവരെ ബന്ധിച്ചു, പൊതു തടവിലാക്കി. നമ്മുടെ ഗുരുവാക്യം നിനക്ക് പ്രിയമുള്ളവരെ വിടുവിക്കും. അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ഇവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക. ഒടുവിൽ പൊതു തടവിലാക്കി. ഈ പൊതു തടവിലാക്കി ഇവരെ ഇങ്ങനെ പീഡിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആരൊക്കെയായി ചെയ്തെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. മഹാപുരോഹിതന്മാരും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെ. അപ്പൊ കണ്ടോ, ഇത് വചനോ പ്രമാണം അറിയാൻ പാടില്ലാത്തവരല്ല. മഹാപുരോഹിതൻ സകല കളി കഴിഞ്ഞ പുള്ളി ഇരിക്കുന്നത് മുഴുവൻ ആരൊക്കെ കലയ്ക്ക് പഠിച്ചു കുടിച്ചിരിക്കുക. മന്ത്രപ്പെട്ട എല്ലാം നീതിയാക്കി പുള്ളിയുടെ വരവ് തന്നെ കണ്ടാൽ ചുമ്മാ ഇരിക്കുന്നതിനോട് ഓടും. സകല കേസും പുള്ളിക്ക് അറിയാം ഏതാ വചനത്തിൽ നിന്നുള്ളത്. പിന്നെ സദൂക്യര് ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ഇതെല്ലാം തന്നെ അറിവും ജ്ഞാനവും തിട്ടോ കഴിവും ഉള്ളവരാ ഈ അപ്പോസ്തലന്മാരെ ഇപ്പോൾ പൊതു തടവിലാക്കി. അപ്പൊ ഇതിന്റെ എല്ലാം മൂലകാരണം എന്നാന്ന് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അസൂയ. അതാ അതിന്റെ മൂലകാരണം അസൂയ നിറഞ്ഞ. അപ്പൊ ഈ മഹാപുരോഹിതനും സദൂക്യർക്കും മതാനുസാരികൾക്കും ഇവർക്കെല്ലാം അപ്പോസ്തലന്മാരോടുള്ള വിഷയം എന്നാന്ന് വെച്ചാൽ അസൂയയാണ്. ഈ ആത്മീയ ലോകത്തില്ല എന്തുവാ? അസൂയ. ഈ അസൂയ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഡയലോഗ് കേൾക്കുമ്പോൾ അറിയാമല്ലോ, അല്ലേ? സംസാരം നിങ്ങൾ ശ്രദ്ധിച്ച് എന്നാലും നമുക്കറിയാം എവിടെ നിന്നായി വരുന്നേ. അസൂയെന്ന് വരുന്നതാ. സ്തോത്രം. അസൂയ. എനിക്ക് തോന്നുന്നു കൂടുതൽ അസൂയ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയല്ല. അതെ, എനിക്ക് തോന്നുന്നതല്ല, അങ്ങനെ തന്നെ. വിശേഷിച്ച് സുവിശേഷ വേലക്കാരുടെ കുറച്ചുകൂടെ കൂടുതലാ. ഒരാൾ നന്നായിട്ടൊന്ന് പ്രസംഗിച്ച ഉടനെ അസൂയ കയറും. ഒരാൾ നന്നായിട്ടൊന്ന് പാട്ട് പാടിക്കേ ഉടനെ അസൂയ ഉണ്ടാകും ചിലർക്ക്. ഒരാൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ അസൂയ ഉണ്ടാകും. ഒരാള് നല്ലപോലെ വേദപുസ്തകം ഒന്ന് വായിച്ചേ ഉടനെ അസൂയ ഉണ്ടാകും. ഒരാൾ നന്നായിട്ടൊരു ശുശ്രൂഷ ഒന്ന് ചെയ്തേ ഉടനെ അസൂയ.
വിവാഹ ശുശ്രൂഷയിൽ അനേകരും പറഞ്ഞു, ഞാനും പറഞ്ഞു, ശുഭാസ് നന്നായിട്ട് ശുശ്രൂഷ ചെയ്തു, നല്ലതുപോലെ. അരിച്ചു വാരിയും മനുഷ്യനായിട്ട് നിനക്കെടുത്തിയില്ല. സ്തോത്രം, നന്നായിരുന്നു. അവിടെ വന്ന വാസന്മാരും പറഞ്ഞു, വേറെ ചെല്ലി വിളിച്ച് പറഞ്ഞു. നമ്മളത് കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ സന്തോഷിക്കണം. സ്തോത്രം. ഇതുടനെ അതെങ്ങനെ ഉഴപ്പാൻ നോക്കുക. ഒന്നൊരു മൈക്ക് തട്ടി താഴെ ഇട്ട് അഭിശബ്ദം ഉണ്ടാക്കി, അല്ലെ ഡെസ്ക് പിടിച്ചൊരു വലി വലിച്ച്. സ്തോത്രം. ആത്മീയ ലോകത്താ കൂടുതൽ അസൂയ. ആത്മീയരൊക്കെ തന്നെ ആത്മീയന മതാപിതാക്കൾ ആത്മീയനല്ലേ? ആത്മീയം കൂടിയ പുള്ളിയാ. ഈ കണ്ടമാനം ആത്മീയം കൂടുമ്പോഴത്തോളം അസൂയയുടെ കേദാരമാണ്. ചിലർക്ക് കണ്ടമാനം ആത്മീയം കൂടും, അടുത്തിരുന്നൊരു മിണ്ടുക പോലും ഇല്ല. സംസാരിക്കുന്നത് തന്നെ വളരെ അളന്ന് തൂക്കി ഗുണിച്ചും ഹരിച്ചും. ഒരു കണക്കിന് നല്ലതാ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ആത്മീയ ലോകത്ത് കൂടുതൽ അസൂയ. അത് വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാ മിക്കവർക്കും. അപ്പുറത്തുകാർ നല്ലൊരു വീട് വെച്ച് ഉടനെ എന്തോ അസൂയാന്ന് പറയുക ചിലർക്ക്. എന്നാ അയ്യോ നമ്മുടെ അടുത്ത് നല്ലൊരു വീട് വന്ന്. അങ്ങനല്ല, പോകുമ്പോ ഉണ്ടാകണേ എന്നുവെച്ചാൽ അത് താഴെ വീഴണം. ഉണ്ടോ? അത് നല്ല ചിന്തയല്ല. അയ്യോ ഞങ്ങളുടെ അടുത്തൊരു നല്ല വീട് വെച്ചു, നന്നായിരിക്കുന്നു. ഒന്നുമില്ലേ അടയാളം പറയുമ്പോഴേ നിനക്ക് ആരോടെങ്കിലും പറയരുതോ, ഞങ്ങളുടെ വീട് തൊട്ടപ്പോൾ ഒരു വലിയ 2 നിലയുണ്ട്, അതിന് തൊട്ടിപ്പറിയിരിക്കുന്ന വീട് പറയരുതോ? അതല്ലേ എന്റെ മര്യാദ. സ്തോത്രം. നല്ല മനസ്സുണ്ടായിരിക്കണം. ഒരാളൊരു നല്ല വണ്ടി മേടിച്ചു, സന്തോഷിച്ചു, നന്നായിരിക്കുന്നു, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നന്നായിരിക്കുന്നു. അവരുടെ സാവകാശം അനുസരിച്ച് അവര് അത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം. ഇതാണ് ഒരു പുതിയ വണ്ടി മേടിച്ചാൽ പിന്നെ ആ ഭാഗത്തോട്ട് പോകില്ല, നമുക്ക് ഇതിലേ കറങ്ങിപ്പോ അതിലെ പോയാൽ അത് കാണണം. എനിക്കത് കണ്ടു കഴിയുമ്പോൾ പിന്നെ ആരുമില്ലാത്തപ്പോ അതിന്റെ പമ്മി പോയി വട്ടം നോക്കും. ആരും ഉള്ളപ്പോ പോയി നോക്കുകയല്ല. അതുകൊണ്ട് ആരുമില്ലെന്ന് കാണുമ്പോ പയ്യെ ഇങ്ങനെ അസൂയ നിറഞ്ഞ് ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ചിലരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും, വാച്ച് ചെയ്യും. ഒരാളെ യോഗ്യമായൊരു ഡ്രസ്സ്, നല്ല ഡ്രസ്സ് ഇണങ്ങുന്നുണ്ട്, നന്നായിരിക്കുന്നു കേട്ടോ, അത് മിണ്ടുകയല്ല. എന്നാലും അവരെ നോക്കുകയില്ല. അവരെങ്ങോട്ടെങ്കിലും നോക്കുമ്പോൾ നോക്കും. അവരിങ്ങോട്ട് കാണുമ്പോൾ നമ്മള് ഇതല്ലേ അസൂയ. സാധാരണ നാട്ടിലൊരു ചൊല്ലുണ്ട്, 2 കാര്യങ്ങൾക്ക് ആ മരുന്ന് കണ്ടുപിടിക്കാത്തെന്ന്. അതിലിപ്പോ ഒന്നിന് മരുന്നല്ലെങ്കിലും കുറച്ച് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിന് മരുന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് വില കൊടുത്ത് ഞാൻ കുറെ മരുന്ന് മേടിച്ച് കുറെ പേർക്ക് ഞാൻ. അപ്പൊ നിങ്ങൾ ആർക്കൊക്കെ ആ ഭാഷ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളോട് ആരോടും പറയത്തില്ല. അത് പരസ്യമായിട്ട് കൊടുക്കത്തുമില്ല, രഹസ്യമായിട്ട് എന്നാ ഇത് 3 നേരം കഴിച്ചു വെച്ച് അടുത്ത സഹായത്തിന്. അങ്ങനെ ഒരു മരുന്നില്ല. പിന്നെ ഒരു ഒറ്റ മരുന്നുണ്ട്, ഒത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. അത് എഫക്റ്റാ. അപ്പൊ ഈ മഹാലോകത്തിന് സംഭവിക്കാനും ഈ ആത്മീക ലോകത്തുള്ള ഇവർക്ക് അപ്പോസ്തലന്മാരോട് ഈ പിടിച്ചിവരെ തടവിൽ പൊതുതടവിലാക്കാനുള്ള പ്രഥമ കാരണം അസൂയ. നിന്നെ തകർക്കാനും നശിപ്പിക്കാനും ഒതുക്കാനും ഒടുക്കാനും ഒക്കെ നോക്കുന്നത് അസൂയ കൊണ്ടാ. ഞാന് പല കാര്യങ്ങൾ പറയേണ്ടതാ, അത് നിന്ന് മുതിരുന്നില്ല. അസൂയ. അതെന്താ ഈ അസൂയ നിറയാൻ കാരണം? അസൂയ നിറയാൻ കാര്യം ഒന്ന്,
ആ ഭാഗം നിങ്ങൾ പഠിച്ചാൽ ഈ അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അത് അസൂയ കൂടി കാരണം. 12-ാം വാക്യം. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും കണ്ടോ, പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അതായി അസൂയ വരാൻ കാര്യം. ഇവര് പ്രാർത്ഥിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ശുശ്രൂഷിച്ചിട്ടും ഒരത്ഭുതം നടക്കുന്നില്ല, ഒരടയാളോ നടക്കുന്നില്ല. ഇവര് ഒരടയാളമായിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ. അതുകൊണ്ട് അസൂയ. ചിലരെ രോഗശാന്തി ശുശ്രൂഷ ചെയ്യും. അത് നമ്മളെന്തിനാ അസൂയപ്പെടുന്നേ? അവർക്ക് ആ വരം കാണും, അവരെന്ത് ചെയ്യട്ടെ. ഒന്ന് നീ വിടുന്നത് പറയാ, സേവയാണ് തോന്നുന്നത്. പുള്ളിക്ക് കടമറ്റത്തെ കത്തനാരെ അതാ ഉണ്ടോ? എടാ, കത്തനാരാന്നെ അവര് തീർത്തോളും. നീ പ്രാർത്ഥിച്ച ആർക്കെങ്കിലും സൗഖ്യം ഉണ്ടായിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചപ്പോ നീളം കൂടിയതല്ലാതെ ഈ അസൂയ പറയാൻ കാര്യം അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിനിടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മഹാപുരോഗം നിന്നിട്ട് എന്റെ ഭാഷ ഒരു ചുക്കും നടക്കുന്നില്ല. ഇയാളിങ്ങനെ 5-10 മീറ്റർ തുണിയായിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ തൊപ്പിയും കൊടയും മടിയും വെടിയും ആയിട്ടിങ്ങനെ വടിയും ഇല്ലേ, കൂടെ കൂടെ നമ്മുടെ ഇങ്ങനെയുള്ള ചില പ്രയോഗമൊന്നല്ലാതെ അത്ഭുത അടയാളമൊന്നും നടക്കുന്നില്ല. പക്ഷെ പഠിപ്പമൊന്നുമില്ല, വിദ്യാഭ്യാസം ഒന്നുമില്ല, കാണാൻ വലിയ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ലുക്കൊന്നുമില്ലെങ്കിലും വലിയ ജ്ഞാനമൊന്നുമില്ലെങ്കിലും അഭിഷേകത്തിൽ പറഞ്ഞ അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കുന്നു. അതാ അസൂയ പറയാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ രണ്ടാമത്തെ കാരണം, ഇവരെല്ലാം ഏക മനസ്സോടെ കൂടുന്നു. ആ 12-ാം വാക്യത്തിലൊരു പദമുണ്ട്, അവരെല്ലാവരും ഏക മനസ്സോടെ. ഏക മനസ്സ് കണ്ടോ, മഹാപുരോഗം നോക്കുന്നില്ല. അപ്പൊ ഈ ജനമെല്ലാം കൂടെ ഏക മനസ്സോടെ കൂടുന്നു. കണ്ടോ, അതാ അസൂയ. എടാ, ഇവര് ഒറ്റക്കെട്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരെണ്ണം സഭയിൽ നിന്ന് പോയില്ലല്ലോ. എന്തെല്ലാം കോളൊക്കെ ഞങ്ങള് അകത്തി നല്ല പാര വെച്ചു. എന്നിട്ട് ഇവര് ഏത് മനസ്സോടെ തന്നെയല്ല, ഒന്നിനും ഇപ്പൊ പുതുതായിട്ട് വരുന്നും കൂടെ ഉണ്ട്. പോട്ടാ, നീ ഇത് തന്ത്രം ഉണ്ടാക്കുന്നതിന് നീ ദൈവാത്മാവിലൂടെ വെളിപ്പാട് തന്നതാ. യവന്മാരെ സൂത്രമൊക്കെ ഒപ്പിക്കുന്നതിന് മുമ്പേ ദൈവങ്ങളെ നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാ ഈ അസൂയ വരാനുള്ള അടുത്ത കാരണമില്ല. എല്ലാവരും കൂടെ ഏക മനസ്സോടെ കൂടുന്നു. ഏക മനസ്സ്, ഇവരെല്ലാം ഏക മനസ്സാ. അതാണ് അസൂയ. മൂന്നാമത്തെ കാര്യം, ഈ അസൂയ വരാനുള്ള മൂന്നാമത്തെ കാര്യം, ഇവരെ പതിവായിട്ട് കൂടുന്നു. 12-ാം വാക്യത്തിന്റെ പ്രയോഗമുണ്ട്, ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ഇവര് പതിവായിട്ട് കൂടുന്നുണ്ട്. ഈ കോലാഹലമെല്ലാം ഉണ്ടാക്കിയിട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന മുടങ്ങുന്നില്ല, കാത്തിരിപ്പ് മുടങ്ങുന്നില്ല. ഇപ്പൊ താണ്ടെ ബുധനും വ്യാഴവും പ്രത്യേക യോഗം വെക്കുന്നു, ബലിദിവസം നടക്കുന്നു, ഉപവാസ പ്രാർത്ഥന നടന്നു. ഇതിലൊക്കെ അത്ഭുതം. കൺവെൻഷൻ നടന്നു 5 ദിവസം. ഇതെല്ലാം ദൈവം ചെയ്തതാണ്. അതായത് അസൂയ പതിവായിട്ട് കൂടി വരും. അപ്പൊ ഒന്ന്, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. 2, ഏക മനസ്സോടെ കൂടുന്നു. 3, പതിവായിട്ട് കൂടുന്നു. ഇതൊക്കെ അസൂയയുടെ മൂലകാരണം. 4 അവിടെ വായിക്കുന്നത്, ആ 14-ാം വാക്യം വായിക്കുമ്പോൾ അനവധി ആൾക്കാർ കർത്താവിൽ വിശ്വസിക്കുന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും അനവധി. അപ്പോൾ അനവധി ആൾക്കാർ കർത്താവിൽ ചേർന്ന് വരുന്നു, വിശ്വസിച്ച് കടന്നു വരുന്നു. അതാണ് ഈ അസൂയ വരാനുള്ള കാരണം. നമ്മൾ എങ്ങനെയും ഉള്ളതിനെ തല്ലി
കൂടി കൊത്തിപ്പറിച്ച് കളയാന്ന് വിചാരിച്ചപ്പോ പിന്നെ അവിടെ ലൈവ് കണ്ടപ്പോ ആരുണ്ട് പുതുതായിട്ട് ആരായിട്ട് വന്ന് കണ്ടോ? ഉള്ളതിനെ കൊത്തി ഓടിക്കാനാ അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ പരിക്കാത്തിരുന്ന് ഫോൺ ചെയ്താ പറയേണ്ടത്. പണ്ട് ഒരാള് പറഞ്ഞ കള്ളൻ കപ്പലിലുണ്ടെന്ന് പറഞ്ഞ പോലെ കള്ളൻ എവിടെ ഉണ്ട്? കപ്പലിൽ തന്നെ. സ്തോത്രം. പിന്നെ ചില നമ്മളെ ഭീഷണിപ്പെടുത്തും. പണ്ട് കുറച്ച് നാൾ മുമ്പ് ഒരാൾ പറഞ്ഞു ഞാൻ ലൈവ് വരുമെന്ന്. ഞാൻ പറഞ്ഞ നീ ഇനി ലൈവ് വന്നതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ലൈവിൽ വന്നതിന് ശേഷം പണ്ടൊരാളോട് ഞാൻ കുമ്പനാട്ടോട്ട് പോകുന്നെന്ന്. ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പറഞ്ഞു. നമ്മളെ പേടിപ്പിക്കുക. സ്തോത്രം, സ്തോത്രം. അത് അധികം വിവരിക്കുന്നില്ല, ഞാൻ പരുവത്തിന് പിന്നെ പറയാം. നമ്മളെ ഭീഷണിപ്പെടുത്തുക. വേറൊരുത്തൻ പറഞ്ഞു ചാനലിൽ ഞാൻ ഇതൊക്കെ പോകുമെന്ന്. ഇനി അവന് പോയിച്ച് വന്നേച്ച് ഈ സഭയിലോട്ട് വന്നാൽ മതി. നിങ്ങളൊക്കെ ആരാണ് അത് പറഞ്ഞവനും അറിയാം, ഇപ്പൊ എനിക്കും അറിയാം. അവനിനി അവിടെ പോയിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ഇവിടെ ഏക മനസ്സോടെ കൂടി വരുന്നു. അനവധി ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും കർത്താവിൽ വിശ്വസിക്കും. ഈ അസുര വരാനുള്ള കാര്യമില്ല. അടുത്ത അസുര വരാനുള്ള അടുത്ത കാരണം അപ്പോസ്തലന്മാരുടെ വിശേഷിച്ച് പത്രോസിന്റെ നിഴലിൽ തട്ടിയ സൗഖ്യം. 15-ാം വാക്യത്തിലൊരു പ്രയോഗമുണ്ടല്ലോ. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവനെ നിഴലെങ്കിലും അപ്പൊ നിഴലടിച്ചാൽ സൗഖ്യം. മഹാപുരോഗത്തിന് സമൂഹം എല്ലാം കൂടെ ഉരുട്ടിക്കൂട്ടി പിടിച്ചാൽ പോലും, രോഗിയായിട്ട് ഉണ്ടക്കരണം പിടിച്ചാൽ പോലും സൗഖ്യം വരികയില്ല. അന്നേരം അപ്പോസ്തലൻ പത്രോസ് നടന്നുപോയ നിഴലടിച്ചാൽ മതി രോഗി സൗഖ്യം. അതായത് അസൂയ. എന്റെ വല്യമ്മച്ചി പറയുന്ന ഒരു ഫലമുണ്ട്, നിങ്ങൾ കേട്ടെ. എടാ, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ. ചിലപ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും സൗഖ്യം നടക്കട്ടെ. നിങ്ങളൊരു സുവിശേഷം പറയുമ്പോഴായിരിക്കും അത്ഭുതം നടക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ കയറി കാലുകുത്തി സ്തോത്രം ചെയ്യുമ്പോഴായിരിക്കും അത്ഭുതം നടക്കട്ടെ. സ്തോത്രം. നിങ്ങളൊരാൾക്ക് ഒരു വ്യക്തിക്ക് ക്ഷണിക്കാൻ കൊടുക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കട്ടെ. ഏത് വിധേനയാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ അത്ഭുതം നടക്കാവൂ, ഞാൻ പ്രസംഗിക്കുമ്പോഴേ വിടുതൽ ഉണ്ടാകൂ, ഞാൻ ചെല്ലുമ്പോഴേ നീക്കുമോ, അങ്ങനെ ചിന്തിക്കരുത്. ചിലപ്പോൾ സാധു സഹോദരി പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നത്. ഒരു വ്യക്തിയുടെ സമീപനം കൊണ്ടായിരിക്കും വിടുതൽ. എങ്ങനെയാണ് യേശുവിന്റെ നാമം ഉയരണം. ആമത്തെ കാര്യം, ഈ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നെല്ലാം ജനം വരുന്നു. അതാ പിന്നെ അസൂയ വരാൻ കാര്യം. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് കണ്ടോ, ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. അതാ അസൂയ. ഇനിയിപ്പോ തിരുവല്ലയിൽ നിന്ന് മാത്രമല്ലോ ആള് വരുന്നത്. അസൂയ മുടിക്കാനുള്ളതിന്റെ കാരണം ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നു ആൾക്കാർ വരുന്നു. അതായത് വരുന്നത്. ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം പറഞ്ഞു നിർത്താം, വരുന്ന എല്ലാവരും സൗഖ്യം പ്രാപിക്കുക. 16-ാം വാക്യം 16. രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും വരുന്നവർക്കെല്ലാം ഗുരുവര ദൈവത്തിന് മഹത്വം.
അതുകൊണ്ട് ഇവരെ പിടിച്ച് പൊതു തടവിലാക്കിയത്. ദൈവത്തിന് മഹത്വം. അല്ലാതെ പത്ത് കച്ചവടം അതിന് തർക്കമൊന്നും അല്ലല്ലോ, പാകോടമ്പടി വെച്ചൊന്നും അല്ലല്ലോ. ആണോ? നേരത്തെ പണ്ടെങ്ങാണ്ടനെ അടിപിടി കേസ് ഉണ്ടായതാണോ? ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യം പറഞ്ഞോ? ഇല്ല. തെറി പറഞ്ഞോ? ഇല്ല. വീതം വെച്ചപ്പോ കൂടിയും കുറഞ്ഞു പോയോ? ഇല്ല. മേലാളായ ഉള്ള സ്ഥലം പുള്ളിക്ക് കൊടുത്ത് കീഴാളായ ഉള്ള സ്ഥലം പുള്ളിക്കും കിട്ടി. പാടുള്ളത് അപ്പുറത്തുകാരനും കൊടുത്തു. അതൊന്നും വിഷയമല്ലല്ലോ. പിന്നെ അസൂയ അറിയാനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞത്. ഈ പറഞ്ഞ 7 കൂട്ടം കാര്യം. എന്താ 7 കൂട്ടം കാര്യം അസൂയ പറയാം? ഒന്ന്, അടയാളങ്ങളും അത്ഭുതങ്ങളും അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടക്കുന്നു. 2, ഏക മനസ്സോടെ കൂടി വരുന്നു. 3, പതിവായിട്ട് കൂടി വരുന്നു. 4, അനവധി ആൾക്കാർ സ്ത്രീകളും പുരുഷന്മാരും കർത്താവിൽ വിശ്വസിക്കുന്നു. 5, നെടൽ തട്ടിയാൽ സൗഖ്യമുണ്ടാകും. 6, ചുറ്റുപാടുള്ള പട്ടണങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. 7, വരുന്നവർക്ക് മുഴുവൻ വിടുതലും. ഈ 7 കൂട്ടം കാരണമാണ് പ്രധാനം. അതുകൊണ്ട് അസൂയ നിറഞ്ഞത്. അങ്ങനെ അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുക, നിനക്ക് പ്രിയമുള്ളവരെ നീ വിടുവിക്കും. നിന്നെ പൊതു തടവിലാണെങ്കിലും കൊള്ളാം, രഹസ്യ തടവിലാണെങ്കിലും കൊള്ളാം, ആരും അറിയാത്ത അജ്ഞാന സങ്കേതത്തിൽ കൊണ്ടിട്ടാലും കൊള്ളാം, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ സമയമാകുമ്പോൾ അവൻ ദൈവം നിന്നെ വിടുവിക്കും. കുണ്ടലയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. ബന്ധനത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം നൽകും. നിന്നെ വിടുവിക്കുന്നത് ദൈവമുണ്ട്. ഓ, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടവര്, ദൈവത്തിന് പ്രിയന്മാരെ പ്രിയമുള്ളവര് വിടുവിക്കുന്നത് ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ വിടുവിക്കുന്നത് ദൈവമുണ്ട്. നിന്നെ ഉദ്ധരിക്കുന്നത് ദൈവമുണ്ട്. നിന്നെ രക്ഷിക്കുന്നത് ദൈവമുണ്ട്. നിനക്ക് നീക്കം നോക്കുന്നത് ദൈവമുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. നമ്മുടെ കുടുംബാക്യം പ്രിയമുള്ളവരെ വിടുവിക്കും. വിടുതല് 19-ാം വാക്യം. വിടുതല്. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽക്കൽ നിന്നവരെ പുറത്തു. നിനക്ക് പ്രിയമുള്ളവരെ വിടുവിക്കും. അന്ന് രാത്രി തന്നെ അപ്പോസ്തലന്മാരെ ദൈവം ദൂതനെ ഇറക്കി വിടുവിച്ചു. ദൈവത്തിന് പ്രിയമുള്ളവരെ, മനുഷ്യർക്കാർക്കും വന്ന് പറ്റാൻ ചെന്ന് പറ്റാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ദൈവം ദൂതനെ ഇറക്കും. മനുഷ്യർക്കാർക്കും കടന്നു ചെല്ലുവാൻ പറ്റാത്ത ഇടങ്ങളിൽ സ്വർഗത്തിൽ ദൈവം ദൂതനെ ഇറക്കും. നിങ്ങൾ ചിലപ്പോ എന്നെ കേൾക്കുന്നവർ ചിന്തിക്കുക, ദൈവമേ, ഈ വിഷയത്തിൽ വെക്കിലികളെ കൊണ്ടൊന്നും വിടുതൽ നടക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു വെക്കിലിക്ക് കയറാനും ഒക്കത്തില്ല. എന്റെ അടുക്കൽ വരാൻ ആർക്കും വേണ്ട. നിന്റെ അടുക്കൽ ദൈവം ദൂതനെ ഇറക്കും. ശക്തിയും ബലമേറിയ ദൈവദൂതന്മാരെ ദൈവം ഇറക്കുമെന്ന് വിശ്വസിക്കുന്നവർ വേണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ദൂതന്മാരെ വിട്ട് വിടുവിക്കുന്നത് ദൈവമുണ്ട്. രാത്രിയിൽ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന 19-ാം വാക്യം. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽക്കൽ നിന്നവരെ പുറത്തു കൊണ്ടുവന്നു. നിനക്ക് തുറക്കാൻ പറ്റാത്തത് ദൈവം ദൂതനെ വിട്ട് തുറക്കും. സ്തോത്രം. നിനക്ക് പ്രിയമുള്ളവരെ വിടുവിക്കുന്ന ദൈവം. ഞാൻ ഒന്നിനൊരു കാര്യം കൂടെ പറഞ്ഞു വേഗത്തിൽ നിർത്താം. ഈ വിടുതൽ പ്രാപിച്ചവരെ പ്രാപിച്ചേച്ച് പ്രാപിച്ചെന്നും പറഞ്ഞ് നടക്കുകയല്ല. അവർ ചില കാര്യങ്ങൾ ചെയ്യണം. അത് അത്യാവശ്യം. അതുകൂടെ പറഞ്ഞ നിർത്താം. വിടുതൽ പ്രാപിച്ചവരെ പ്രിയമുള്ളവരെ അയ്യോ ദൈവം വിടുവിക്കുന്നേ. അവരേത് കഷ്ടത്തിലും ബന്ധനത്തിലുമാണ് ദൈവം അവരെ വിടുവിക്കും. അങ്ങനെ വിടുതൽ പ്രാപിച്ചവർ എന്തോ ചെയ്തു? ഞാൻ അഭിമാനം പോലെന്ന് പറഞ്ഞു നിർത്താം. വിടുതൽ പ്രാപിച്ചവരുടെ വിശേഷത ഒന്ന്, അവർ പുറത്തു വന്നു. ആ 19-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽക്കൽ നിന്നവരെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ഒന്ന്, അവർ പുറത്തു വന്നു. വിടുതൽ പ്രാപിച്ചു. പിന്നെ നീ അകത്തിരിക്കരുത്. വിടുതലൊക്കെ കിട്ടി. പക്ഷെ അമ്മ ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങുകയല്ല. ദൈവം എന്നെ ഒത്തിരി വിടുതൽ തന്നതാ. എനിക്ക് രോഗമായിരുന്നു, സൗഖ്യമാക്കി. കുഞ്ഞുങ്ങളുടെ വിഷയം ദൈവം വിടുവിച്ചു. പിന്നെ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി. ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാർ വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി.
ഇപ്പൊ എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകുന്നുണ്ടോ? എങ്ങും പോകുന്നില്ല, ഞാനിങ്ങനെ പറയാതെ തന്നെ. അതൊക്കത്തില്ല, നീ പുറത്തിറങ്ങണം. വിടുതൽ പ്രാപിച്ച വ്യക്തി അകത്ത് വന്നിരിക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. നീ പുറത്തിറങ്ങണം, യേശുവിന്റെ സാക്ഷിയാകണം. ഒന്ന്, ഇവര് പുറത്തിറങ്ങണം. പുറത്തിറങ്ങി ചുമ്മാ അതിലെ നടക്കുകയല്ല. രണ്ട്, ദൈവാലയത്തിൽ ചെല്ലണം. നിങ്ങൾ